आप देख सकते हैं यहाँ मार्च शुरू हो गया। ശരത്ലാൽ വിശദാംശങ്ങൾ പറയൂ. അയോധ്യ സംഭാവന കൊള്ളയിലും ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിലും അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രതിഷേധം. ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്ത് നിന്നും മകരദ്വാറിലേക്ക് നിലവിൽ പ്രതിപക്ഷ എംപിമാർ മാർച്ച് നടത്തുകയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാരുണ്ട്. രാഹുൽ ഗാന്ധി നയിക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം വരുന്നുണ്ട്. അത് കേൾക്കാം. अरे यही से उठा है हम तैयार है ना डिस्कशन के लिए, तुम क्यों नहीं आ रहे? ശരത്ലാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരത്ലാൽ, ചർച്ചകൾക്കൊക്കെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ അമിത്ഷാ എവിടെ എന്നാണല്ലോ ഇപ്പോൾ ചോദിക്കുന്നത്. അതെ കമലി, അതുതന്നെയാണ് മല്ലികാർജ്ജുന ഖാർഗെ അതുതന്നെയാണ് ചോദിച്ചത്. ചർച്ചകൾക്കും സഭ നടത്തി അമിത്ഷായാണ് മറുപടി പറയേണ്ടത്. പോലീസ് അതിക്രമത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത്. അതിനു പകരം എവിടെ അമിത്ഷാ എന്ന ചോദ്യമാണ് മല്ലികാർജ്ജുന ഖാർഗെ ഇപ്പോൾ നടത്തിയത്. അതേപോലെ തന്നെ ഈ പാർലമെന്റ് കവാടത്തിൽ നടത്തുന്ന സത്യാഗ്രഹ ധർണയിലും അല്ലെ പ്രതിഷേധത്തിലും ഒക്കെ തന്നെ വലിയ ബാനറുകൾ അമിത്ഷാ എവിടെ അമിത്ഷാ ജവാബ് ദേവോ എന്നാണ് പറഞ്ഞത്. അമിത്ഷാ ഉത്തരം പറയൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ BJPക്കെതിരെയുള്ള മുദ്രാവാക്യത്തിൽ ഉപരി അമിത്ഷാക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷ എംപിമാർ ഉയർത്തുന്നത്. ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം മല്ലികാർജ്ജുന ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് 13 ദിവസമായി പാർലമെന്റിൽ പ്രതിഷേധം തുടരുന്നത്. ഈ 13 ദിവസത്തിലും പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് നടത്തി വരുന്നത്. ഇന്നും അതുതന്നെയാണ്. അമിത്ഷാ മറുപടി പറയാതെ അല്ലെ അമിത്ഷായുടെ സഭയിൽ വരാതെ എന്ത് ചർച്ചയാണ് നടത്തേണ്ടതെന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചോദിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ മല്ലികാർജ്ജുന ഖാർഗെ ACC അധ്യക്ഷൻ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, എവിടെ അമിത്ഷാ എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരമാണ് NDA പ്രധാനമന്ത്രി നൽകേണ്ടത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഏതായാലും സഭയിൽ ഇന്നും പ്രതിപക്ഷം ഈ പ്രശ്നം ഉന്നയിക്കും. അമിത്ഷാ സഭയിൽ വരണം എന്ന ആവശ്യമായിരിക്കും സഭയിൽ ഉന്നയിക്കുക. അമിത്ഷാ എവിടെ ഒളിച്ചോടി എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധിയും ചോദിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയോട് ഇന്നലെ രാഹുൽ ഗാന്ധി ചോദിച്ചത് ഇന്നും പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. പിന്നെ വിദ്യാർത്ഥികൾക്ക് മാപ്പല്ല വേണ്ടത്, അവരെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ്. അതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് മറുപടി പറയുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്നായിരുന്നു രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇന്നും അതേ ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചത്. ഏതായാലും പ്രതിപക്ഷം ഒരടി പോലും പിന്നോട്ടില്ല എന്ന ശക്തമായ ഒരു നീക്കമാണ് ഇന്ന് നമ്മൾ അല്പസമയം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സഭയിൽ ഇന്നും പ്രക്ഷുബ്ധമാവും. കാരണം സഭയിൽ ചോദിക്കുന്ന അമിത്ഷാ മറുപടി പറയണം. ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്ക് നടത്തിയ അല്ലെങ്കിൽ ലാത്തി ചാർജിന് അതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അമിത്ഷാ എവിടെ എന്ന മുദ്രാവാക്യമാണ് ഇന്നും CPM ഇടതുപക്ഷവും കോൺഗ്രസും അടക്കമുള്ള എംപിമാർ പൂർണ്ണരൂപത്തിൽ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം പാർലമെന്റ് കവാടത്തിന് മുമ്പിലുള്ള പ്രതിഷേധത്തിൽ ഉയർത്തിയത്. ശരി, ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.